ഇനി ഈ ചേട്ടൻ അധികാരപ്പെട്ട ചേച്ചിക്ക് വെച്ചു കൊടുക്കുകയാണ്. ഒന്നും ഒരുക്കിയിട്ടില്ല, നിങ്ങൾക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എല്ലാം മനസ്സിലാവും. ഞങ്ങള് 2 ടീമാണ് എന്തായാലും, അതുപോലെ നിങ്ങളും 2 ടീമാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിനു മുൻപ് ഞാൻ ചേട്ടന്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും 2 ടീമാവും പറഞ്ഞിട്ട് പറ്റില്ലല്ലോ. അടിയാണോ? തൽക്കാലത്തേക്ക് ഐ വോട്ട് ഫോർ ഗേൾ, ഐ വോട്ട് ഫോർ ബോയ് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അടികൂടാതെ പ്ലീസ്. അപ്പൊ ചേട്ടൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗേളിനാണ്, ചേച്ചി ബോയിനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഓഡിയൻസിന് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് മുന്നോട്ട് വന്ന എന്തെങ്കിലും സംസാരിക്കാം, അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷം. ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. And colleagues to Adib and Jobina. So first of all, congratulations, and I know you both will be an amazing parents. So I think last week Adib told me that he was late for work. I don't know, maybe his alarm went off or maybe he overslept, but maybe in few months you will get an inbuilt alarm, so don't worry. So your sleep is going to be disturbed for quite a long time, so that will be there. And there will be chaos and there will be, like tantrums and everything, but make sure you cherish everything, cherish all the cuddles and memories. And I also wish you luck that you will inherit a better diaper changing skills. So good luck with that. Congratulations. May God bless you and have a wonderful delivery and best of luck. Thank you. ചേച്ചിക്ക് മാത്രമേ ചേച്ചിയുടെ സ്നേഹമുള്ളൂ. അത് പിന്നെ ആർക്കും ഇഷ്ടമില്ലേ? അപ്പൊ അതിന്റെ ഇഷ്ടമുള്ള ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹായ്, ഞാൻ ദീപക്. ആക്ച്വലി ഞാനിവിടെ അടുത്ത് വാൻറ്റേജിലാണ്. ഞങ്ങള് ആക്ച്വലി ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി എനിക്കിവിടെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന എനിക്കായിരിക്കും. എന്റെ സിസ്റ്റർ സെറ്റിൽഡ്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഫാമിലി പോലെ ബെസ്റ്റ് വിശ്വാസം. മുന്നോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാവരും സന്തോഷത്തില് എല്ലാവരുടെയും മെസ്സേജ് അവരുടെ മുഖത്ത് ചിരിയിലുണ്ട് അല്ലെ? അതുകൊണ്ട് നമുക്കിനി അടുത്ത ഗെയിമിലോട്ട് പോയാലോ? നമുക്കിനി അടുത്ത ഗെയിമിലേക്ക് പോവാം. നമ്മുടെ ജെൻഡർ റിവീൽ പ്രോഗ്രാമിലേക്ക് പോവാം. നമുക്കിത് ഗെയിം ഇത് ചെയ്യുന്നത് ചേച്ചിയും ചേട്ടനും തന്നെ ആയിരിക്കും. ബേസിക്കലി ഇതൊരു നമ്മൾ നിര എടുക്കത്തില്ല, അതുപോലെ തന്നെ ലാസ്റ്റ് വരുമ്പോൾ മജോറിറ്റി ഏതാണ് വരുന്നത് അതാണ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾ റെഡിയല്ലേ? ദീപേട്ടനെ ക്ഷണിക്കുന്നു. ഇഷ്ടം ഏതാന്ന് വെച്ചാല് തുടങ്ങിക്കോളൂ. ഓഡിയൻസിന്റെ ഹെൽപ്പ് ദീപേട്ടന് വേണം. ഓക്കെ, സെന്ററിൽ നിന്ന് തുടങ്ങുന്നു. കുട്ടിയുടെ ജെൻഡർ റിവീൽ ആവും. സോ ഇപ്പം 4 ഗേളും 3 ബോയാണ് വന്നിരിക്കുന്നത്. ചേച്ചി നമുക്ക് വീണ്ടും ടൈ ബ്രേക്കർ വന്നേക്കാണ്. സോ 4 ഗേളും 4 ബോയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഉത്തരം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എല്ലാം ക്ലിയർ ചെയ്യുന്ന ബോയ്ക്ക് വേണ്ടിയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1.
ജോസ്മി ചേച്ചിക്ക് പിടിക്കാൻ പറ്റൂലേ, അപ്പൊ ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ നമ്മള് ഗെയിം സെറ്റ് ചെയ്തതൊക്കെ പാളിപ്പോയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒരു ഉത്തരവില്ല. അപ്പൊ നിങ്ങൾക്ക് മെജോറിറ്റി ഗേൾ ഓർ ബോയ്? എനിക്ക് തോന്നുന്നു ഇവര് ഈ സ്ഥലത്തെ വല്ലാതെ ഒബ്സർവ് ചെയ്തിട്ടാണോ ഇത് പറയുന്നതെന്ന് എനിക്കൊരു സംശയം. അങ്ങനെയുണ്ടോ? അത് ജോസ്മി ബോയ് എന്ന് പറഞ്ഞുകൊണ്ടാണോ? പക്ഷെ ജോസ്മി അല്ല കേട്ടോ, ഞാൻ എന്റെ കുറച്ച് ട്രിക്സ് എന്റെ ഇടയിലുണ്ട്, അപ്പൊ അത് ചീറ്റി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒരേ സ്ഥലത്തിന് ബോയ് എന്ന് പറഞ്ഞോണ്ട് കാര്യം അല്ലേ? ഗേൾ അല്ലേ? ഗേൾ ആണ്. ബോയ് ആ പിടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജോബിന ചേച്ചി ബോയ് അല്ലായിരുന്നോ? ആ ഓക്കെ, ജോബിന ചേച്ചിയുടെ ടീമാണ് കേട്ടോ. മോളൂസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്ററീസ് അങ്ങനെ എന്തെങ്കിലും തെരഞ്ഞിട്ടുണ്ടോ? അത് ബോയ് ബേബിനെയാണ് ഇഷ്ടം. ബോയ് ബേബിനെയാണ് ഇഷ്ടം. ജോസ്മിക്ക് എന്താ തോന്നുന്നത്? ജോസ്മി? ഞാൻ പിങ്കിയാണ് കേട്ടോ. ഞാൻ ഗേളിന്റെ ഗ്രൂപ്പിലാണുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാരും ജോബിനയുടെ വയറിന്റെ ഷേപ്പ് നോക്കിയിട്ടാണ് പോയത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ പറ്റിക്കല്ല, ശരിക്കുള്ളതാണ്. ഇത് ശരിക്കുള്ള ജെൻഡർ റിവീൽ നമ്മൾ ചെയ്യാൻ പോവാണ്. അതിന് ജോബിനെ അദീപിനെ ഞാൻ ക്ഷണിക്കുന്നു. അപ്പൊ ചേട്ടൻ മാരകമായിട്ടുള്ള എന്തോ പ്ലാനുമായിട്ടാണ് വന്നേക്കുന്നത്. അതല്ലേ കത്തിക്കുമെന്ന് ചേട്ടൻ പറയുന്നത്. അപ്പം ഞാനും ചേച്ചിയും വോട്ട് ചെയ്ത് ബോയ്ക്കാണ്, ആമിയും ചേട്ടനും ഗേളിനാണ് വോട്ട് ചെയ്തിരുന്നത്. നമ്മുടെ നേരത്തെ നമ്മൾ വോട്ട് ചെയ്ത് വെച്ചൊക്കെ എല്ലാം തയ്യായിരുന്നു, ഇപ്പോഴും തയ്യാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും നോക്കാം. എല്ലാരും കൈയെടുത്തേ. ഇത് നേരത്തെ അറിയാൻ വേണ്ടി ചേച്ചിയും ചേട്ടനും കൂടെ ഷോപ്പിങ്ങിനൊപ്പം പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. Habibi, Mama.